മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും നടപ്പാക്കുന്ന വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ് ഇക്കോസെൻസ് ശുചിത്വ പഠനോത്സവം മുക്കം നഗരസഭയിൽ നടന്നു. പരിപാടിയുടെ ഭാഗമായി നഗരസഭയിലെ സ്കൂളുകളിൽ നിന്നായി 50 കുട്ടികൾക്ക് 1500 രൂപ വീതം സ്കോളർഷിപ്പും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും നടപ്പാക്കുന്ന വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ് ഇക്കോസെൻസ് ശുചിത്വ പഠനോത്സവമാണ് മുക്കം നഗരസഭയിൽ സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി നഗരസഭയിലെ സ്കൂളുകളിൽ നിന്നായി 50 കുട്ടികൾക്ക് 1500 രൂപ വീതം സ്കോളർഷിപ്പും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ഓരോ സ്കൂളിലെയും വിദ്യാർത്ഥികൾ നടത്തിയ പ്രവർത്തനങ്ങൾ വിശദീകരിച്ച് അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. വിവിധ സ്കൂളുകളിൽ കുട്ടികൾ നിർമ്മിച്ച പാഴ്വസ്തു, കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും ചടങ്ങിൽ നടത്തി. മുക്കം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ചാന്ദിനി ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ CA പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വിജീഷ് പരവരി, ക്ലീൻ സിറ്റി മാനേജർ P മൊയ്തു, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ അമ്പിളി തുടങ്ങിയവർ സംബന്ധിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, കൗൺസിലർമാർ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. ചടങ്ങിൽ മികച്ച സ്കൂളിനുള്ള പുരസ്കാരം വേനപ്പാറ ലിറ്റിൽ ഫ്ലവർ സ്കൂൾ കരസ്ഥമാക്കി. ന്യൂസ് ബ്യൂറോ, മുക്കം.